നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അവരെക്കുറിച്ച് നേരിട്ടറിഞ്ഞിട്ടില്ല, നമ്മളിങ്ങനെ കിതാബെന്ന് ഉസ്താദുമാരൊക്കെ പറഞ്ഞെന്നറിവാ. ബദരീങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ഇവിടുന്നൊരു പാട്ട കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചവർ ആ സ്ഥാനത്തെ പാട്ടം പുതിയൊരു ഉൽമ് ആസൂത്രണം ചെയ്താലേ അതൊന്നും നമ്മളെടുത്ത് വലുപ്പമില്ല. പാട്ടാൽക്കാലം അവിടെ കിടക്കട്ടെ എന്നൊക്കെ ആരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ കിടന്നു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ മഹാന്മാർ ഈ സമയത്ത് ചെയ്ത ത്യാഗം എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. അത്ര കണ്ണ് നനയിപ്പിക്കുന്ന ചരിത്രമാണ്. അതുകൊണ്ട് അവരുടെ പേരിൽ കൊല്ലത്തിൽ ഒരു ആണ്ട് നടത്തുമ്പം ഒരു 5000 ഉറുപ്പ്യ എടുത്തു വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത്ര വലിയ സൗഭാഗ്യവാന്മാർ. അവരെ മദ്ഹ് പാടി പറഞ്ഞവരുടെ പേരിൽ ഭക്ഷണം കൊടുത്തത് കഴിച്ച് ആത്മീയമായ സായുജ്യമടയാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരു പെട്ടി വെച്ചതുകൊണ്ട് വലിയ ഭാഗ്യമായി. ഞാൻ 22 കൊല്ലമായി ബദർ ഒരൊറ്റ ഞായറാഴ്ച ഒഴിഞ്ഞു പോകാതെ നടക്കുന്നു. എൻ്റെ പാട്ട വെച്ചിട്ട് നാടിൻ്റെ പല ഭാഗത്തുനിന്നും വരുന്ന ആളുകൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൽ 5ഉം 10ഉം ഒക്കെ നിക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആളുകൾ. അവരൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ബദരീങ്ങളെ വിളിച്ച് അവർ ദുആ ചെയ്തിട്ട് അനുഭവം പറയുന്ന എത്രയോ കഥകൾ. സദസ്സിൽ വരുന്നിട്ടല്ല ഉസ്താദേ, നമ്മളൊരു പാട്ടുണ്ട് വീട്ടിൽ, ആ പാട്ടയിലൊക്കെ എന്തെങ്കിലും ഒരു പൈസ ഇട്ടാൽ എന്തൊരു സമാധാനം. ആ വിഷയത്തിന് ഇറങ്ങിയതൊക്കെ രക്ഷപ്പെട്ടതും കുടുങ്ങിയതിൽ നിന്ന് സലാമത്തൊക്കെ ആയ കഥകൾ. അതിനാണ് നിങ്ങൾക്കൊരു പാട്ടെന്ന്. ഇവിടെ എല്ലാ മാസവും അസ്മാഉൽ ബദർ മജ്ലിസ് നടക്കുന്നു. ആ വീട്ടിലൊരു പാട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ നിങ്ങൾ അറിയാതെ നിറയുന്നതാണ്. നമ്മളൊക്കെ ആണുങ്ങളെക്കാൾ കൂടുതൽ ആ പെട്ടിയെ ബഹുമാനിക്കാൻ പെണ്ണുങ്ങൾക്ക് കഴിയും. ഓലിങ്ങനെ അതിങ്ങനെ എന്ത് വിഷമമുണ്ടെങ്കിലും സഹിച്ചും ക്ഷമിച്ചും എന്തെങ്കിലും 10ഓ 100ഓ അതിൽ തലൊഴിഞ്ഞിട്ടാൽ ആത്മീയ അനുഭൂതി. അള്ളാഹു ആ പെട്ടി ആത്മാർത്ഥമായി സ്വീകരിക്കുന്നവർക്ക് ബദരീങ്ങളെ കാവൽ അള്ളാഹു നൽകുമാറാവട്ടെ.